ഒരുപാട് നാളായിട്ട് എഡിറ്റ് ചെയ്യാൻ മടിച്ച് ഞാൻ ഡ്രാഫ്റ്റിലിട്ടേക്കുന്ന കുറച്ച് വീഡിയോസാണ് ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് ഞാൻ മൈസൂർ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. മൈസൂർ ബാംഗ്ലൂർ ഒക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിരുന്നായിരുന്നു എൻ്റെ അമ്മ, ഇതെൻ്റെ ചേട്ടൻ, ഇത് ഞാനാണ് ഗൈസ്. അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സംഭവമായിട്ട് ഒത്തിരി യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം. എനിക്കങ്ങനെ യാത്ര ചെയ്തിരുന്ന ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അവർ ഭയങ്കര പൊളിയാണ്, എന്ത് ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ആ ഒരു പ്രിവിലേജൊക്കെ എന്താ പറയുക അനുഭവിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ ട്രെയിനിൽ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ 6 പേരുണ്ടായിരുന്നു, പക്ഷേ 2 പേർക്ക് ടിക്കറ്റ് കൺഫേം ആയില്ല. അത് മറ്റേത് എൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ്. അവരൊക്കെ താഴെ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ടിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ എടുക്കുക നോക്കുക. ഞങ്ങളത് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പായതുകൊണ്ടിട്ട് നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കിടപ്പാകുമ്പോഴത്തേക്ക് കഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ മൈസൂരെത്തി. ഞാൻ ഈ മൈസൂർ വരുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ടൂർ പോയിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം എത്രയോ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് മൈസൂർ വരുന്നത്. ഇതേ പോകുന്നവർ ഞങ്ങൾ എയർബിഎൻബി വഴിയാണ് കേട്ടോ ഒരു വീടെടുത്തത്. നമ്മളൊരു സെപ്പറേറ്റ് റൂം നോക്കുന്നതിനെക്കാട്ടിയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എയർബിഎൻബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ലാഭമായിരിക്കും. പിന്നെ എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുന്നത്, അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. വന്ന ഉടനെ അമ്മ അവിടുന്ന് നാരങ്ങയും പഞ്ചസാരയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. നാരങ്ങ വെള്ളം കലക്കാണ്. അവിടെ നിന്ന് ഇവിടെ വരേണ്ടി വന്നു. പിന്നെ മൈസൂർ വന്നിട്ട് ആദ്യമായിട്ട് നാരങ്ങ വെള്ളം പിരിയാണ് പ്രശ്നമ്മ. അത് നോക്കാനായിട്ട് ആദ്യം വന്നിട്ടുണ്ട്. നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഒരു ഊബർ വിളിച്ചിട്ട് നേരെ പോയത് മൈസൂർ സൂവിലേക്കാണ്. ഇതാണ് കേട്ടോ മൈസൂർ സൂവിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും കൊണ്ടുകയറാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാശ് കൊടുക്കണം. പക്ഷെ അത് തിരിച്ച് ഇറങ്ങുന്ന എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്ലാസ്റ്റിക് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ എമൗണ്ട് തിരിച്ചു തരും. അപ്പോൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മൈസൂർ സൂവിനെക്കാട്ടി ഒരുപാട് സാധനങ്ങൾ നമ്മൾ ട്രിവാൻഡ്രം സൂവിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് അതാ. ഇവിടെ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഒത്തിരി ഭയങ്കര സ്പേഷ്യസ് ആണ്, ഒത്തിരി സ്ഥലമുണ്ട്. നടക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ മൃഗങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് കുറച്ചും കൂടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും തീരെ മോശം എന്ന് പറയാനില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മയില്, ചിമ്പാൻസി, പിന്നെ ജിറാഫ്, കുറേ മാനുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഞാൻ വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് ഫാമിലിയായിട്ടും അമ്മയായിട്ടും ബ്രദറുമായിട്ടും എവിടെയെങ്കിലും പോവുക എന്നുള്ളതായിരുന്നു. ഹസ്ബൻഡ് വരാൻ പറ്റിയില്ല ഈ സമയത്ത്. അപ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് കേട്ടോ. അപ്പോൾ അവരെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് വേറെ അവസരത്തിൽ എപ്പോഴെങ്കിലും പറയാം. നമ്മളെ ഫാമിലിയെ കൊണ്ടിട്ട്, പ്രത്യേകിച്ച് അമ്മയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അവരങ്ങനെ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റിയല്ലോ എന്നാലോചിക്കുമ്പോഴത്തേക്ക് നമുക്കും അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ കുറച്ച് ദിവസം. കണക്കിന് പറ്റും പോലെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിരുന്നു. ഇവിടെയൊക്കെ അമ്മയൊക്കെ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനത് ഒത്തിരി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ നമുക്ക് ബോറടിക്കത്തേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ മെയിനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മാത്രം കാണിക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കുറേ നടക്കാനുണ്ട്, അതുകൊണ്ടിട്ട് ഒരു ബോട്ടിൽ വെള്ളം കൈ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും ഒരു എൻട്രൻസ് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെറിയ കഫറ്റീരിയ ഉണ്ട്. അവിടെ നമുക്ക് ഡ്രിങ്ക്സോ പോപ്കോണോ അല്ലെങ്കിൽ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പോയത് പാമ്പിൻ്റെയൊക്കെ ഒരു സൈഡിലോട്ടായിരുന്നു. പക്ഷേ കുറച്ച് പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് എനിക്ക് ശരിക്കും ഒരു പേടിയുള്ള സംഭവം ഉണ്ടോ പാമ്പ്. എല്ലാവർക്കും എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചില ആൾക്കാരുള്ള ഭയങ്കര പാമ്പിനെ കണ്ട ഭയങ്കര ധൈര്യശാലിയായിട്ട് നിൽക്കുക. എത്ര ദൂരെ കാണാണ്ടൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് പൊതുവെ പാമ്പിനെ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പോയി കാണാനായിട്ടൊക്കെ ഇഷ്ടമാണ്. വലിയ സീനായിട്ട് തോന്നാറില്ല. കൂട്ടിലൊന്നും കിടപ്പുണ്ട് കേട്ടോ, കൂട്ടിലൊന്നും കിടപ്പുണ്ട്. അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്ത് ഈ എക്സിറ്റിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ജിറാഫ് ഉള്ളത്. അവിടെ വന്നിരിക്കുകയായിരുന്നു. ജിറാഫ് എന്തിനാണെന്നറിയില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ ഓടുന്നുണ്ട്. അപ്പം അതോടുകൂടി സൂവിൻ്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോയത് മൈസൂർ കൊട്ടാരത്തിലേക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു കൊട്ടാരം അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, നമുക്ക് ഒരു റോയൽ ഫാമിലിയിലാണെങ്കിൽ റോയൽ സ്ഥലത്താണല്ലോ വന്നിരിക്കുന്നത് എന്നുള്ളത് അതെന്തോ ഭയങ്കര ഒരു ഫീല് തരും. അത്രയും വലിയൊരു സ്ഥലത്തൊക്കെ വരാൻ പറ്റുക, കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നൊരു ഭാഗ്യമാണല്ലോ. പിന്നെ അവിടുത്തെ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. ലാസ്റ്റ് അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് ഷോ നല്ലതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ലാംഗ്വേജ്, ഒരു സ്റ്റോറിയാണ് പറയുന്നത്. പക്ഷേ ആ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കണം അതത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് മാത്രമേ അവിടുത്തെ ആ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു സമയത്തിലേക്ക് ഒരു ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ഫീലായിരുന്നു. എന്തായാലും മൈസൂർ പോകുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും മൈസൂർ കൊട്ടാരം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം, ഇഷ്ടാവും. അങ്ങനെ ലൈറ്റ് ഷോ കഴിഞ്ഞു. നോക്കൂ എന്ത് രസമാണ്, ഫുള്ള് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ക്ലോസ് ചെയ്തു. അത് ലാസ്റ്റ് ലൈറ്റ് ഷോ ആയിരുന്നു. അത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് തന്നെ തന്നെ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് തിരിച്ച് ഓട്ടോയിലാണ് വീട്ടിൽ പോയത്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.